ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചു എന്ന് പരാതിയുണ്ട്. ഓടയിൽ വീണ CP മാത്യുവിനെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഇടുക്കി ചെറുതോണിയിലെ റോഡ് ഉപരോധിക്കുന്നു. സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ AK മണി രാഷ്ട്രീയകാര്യ സമിതി അംഗം, അദ്ദേഹവും മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തെ AK മണി രാജു ചേരുന്നുണ്ട്. ജെയിൻ, സമരം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ നിയമസഭ സമ്മേളിക്കുന്ന കാലയളവിൽ പലയിടങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട്. ഇടുക്കിയിൽ എന്താണ് സംഭവിച്ചത്? CP മാത്യുവിന് നേരെ എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതും? സംഘർഷാവസ്ഥയുണ്ടോ? പ്രജീഷ്, ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി ACP ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കും എന്ന് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സംസ്ഥാന പാത പുളിയന്മല തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടുണ്ടായിരുന്ന സമരം എന്തായാലും അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് താലൂക്ക് ഓഫീസിലേക്ക്, ഇടുക്കി താലൂക്ക് ഓഫീസിലേക്കാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഈ മാർച്ചിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ DCC പ്രസിഡന്റ് CP മാത്യു അദ്ദേഹം 3 അടിയോളം താഴ്ചയുള്ള ഓടയിലേക്ക് വീഴുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഇദ്ദേഹത്തെ പോലീസ് മർദ്ദിച്ച ഓടയിൽ തള്ളിയിട്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അദ്ദേഹം ദീർഘനാളായി ചികിത്സ നേടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഈ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിലും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. 5:30 തൊടുപുഴ നഗരത്തിൽ വലിയൊരു പ്രതിഷേധത്തിന് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ CP മാത്യുവിനെ കയ്യേറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അധികാരം എത്തിയാൽ അവർ സർവീസിൽ ഉണ്ടാകില്ല എന്ന് UDF കൺവീനർ കൂടിയായ നൽകിയത്. ഇടുക്കിയിലെ കോൺഗ്രസിന്റെ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്. CP മാത്യുവിനെതിരായ നടപടിയിൽ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം കടന്നത്.